ഇറാന്റെ ദേശീയ സുരക്ഷാ മേധാവി അലി ലാരിജാനി ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് ഇറാൻ ദേശീയ സുരക്ഷാ കൗൺസിലാണ് മരണം സ്ഥിരീകരിച്ചത്. ഇസ്രായേൽ ആക്രമണത്തിൽ ലാരിജാനിക്ക് പുറമെ മകനും സഹായി അലി റസ ബയാത്തും കൊല്ലപ്പെട്ടു. നിരവധി അംഗരക്ഷകരും കൊല്ലപ്പെട്ടതായി ഇറാൻ ദേശീയ സുരക്ഷാ കൗൺസിൽ അറിയിച്ചു. പ്രതികാരം ചെയ്യുമെന്ന് റവല്യൂഷണറി ഗാർഡ് വ്യക്തമാക്കി. ഇന്നലെ പുലർച്ചെയാണ് ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയതെന്നാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായ വിവരങ്ങൾ പുറത്തുവരുന്നത്. ലാരിജാനിയാണ് ലക്ഷ്യം വെച്ചതെന്നും അദ്ദേഹത്തെ കൊലപ്പെടുത്തിയെന്നും ഇന്നലെ തന്നെ ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇത് പൂർണ്ണമായും ആദ്യഘട്ടത്തിൽ തള്ളുകയായിരുന്നു ഇറാൻ. പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇറാൻ ഇക്കാര്യം സ്ഥിരീകരിച്ച് രംഗത്ത് വരുന്നത്. അതിലും വളരെ പ്രധാനപ്പെട്ട പരാമർശം ഇറാന്റെ ഭാഗത്തുനിന്നുണ്ട്. ഇറാന്റെ ഉന്നമനത്തിലും ഇസ്ലാമിക വിപ്ലവത്തിലുമായി ജീവിതകാലം മുഴുവൻ ശ്രമിച്ച ശേഷം അദ്ദേഹം തന്റെ ആഗ്രഹം നിറവേറ്റി അഭിമാനത്തോടെ രക്തസാക്ഷിത്വം വരിച്ചുവെന്നാണ് ഇറാൻ സെക്യൂരിറ്റി കൗൺസിലിനെ ഉദ്ധരിച്ച് മെഹർ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. അയത്തുള്ള അലി ഖമേനിയുടെ മരണത്തിന് ശേഷം ഇറാന്റെ ഭരണം നിയന്ത്രിച്ചിരുന്നത് ഇദ്ദേഹമായിരുന്നു, അലി ലാരിജാനി ആയിരുന്നു. ലാരിജാനിയെ കൂടാതെ ഇറാന്റെ ബാസിജ് ഫോഴ്സ് കമാൻഡറായ ജനറൽ ഗുലാം സർ സുലൈമാനിയും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ തിരിച്ചടി ഇറാൻ നൽകിക്കൊണ്ടാണ് ഇസ്രായേലിന്റെ ആക്രമണം ഇന്നലെ രാവിലെ സംഭവിച്ചത് എന്നുള്ളതാണ്. ഇത് വലിയ പ്രതികാരം ഇതിനെതിരെ ചെയ്യും എന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. തിരിച്ചടി ഉണ്ടാകും എന്ന് ഇറാൻ വ്യക്തമാക്കുന്ന പശ്ചാത്തലം പരമപ്രധാനമാണ്. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, ഇറാന് ചെറിയ തിരിച്ചടിയല്ല ഇത്, പ്രധാനപ്പെട്ട നേതാവാണ്. അങ്ങനെ ഇറാന്റെ ഓരോരോ നേതാക്കളെയായിട്ട് വളരെ കൃത്യമായി കൊലപ്പെടുത്തുകയാണ് ഇസ്രായേൽ. അത് വളരെ പരമപ്രധാനമായ സാഹചര്യമാണ്. വലിയ തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത്. രഞ്ജിത്ത്, തീർച്ചയായിട്ടും ഇപ്പോൾ ആയത്തുള്ള അലി ഖമനയ്ക്ക് ശേഷം ഇറാനിൽ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളായിരുന്നു ഈ പറയുന്ന അലി ലാരിജാനി എന്ന് പറയുന്നത്. അടുത്ത പരമോന്നത നേതാവായിട്ട് തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ള ആളുകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന വ്യക്തിത്വം കൂടിയായിരുന്നു അലി ലാരിജാനി. ഒരുപക്ഷെ അവിടെ നമ്മൾ എടുത്ത് സൂചിപ്പിക്കുകയാണെങ്കിൽ അവിടെയുള്ള മതപുരോഹിതന്മാരുടെ സംഘടനയാണെങ്കിലും അവിടെയുള്ള അസംബ്ലി കൗൺസിൽ അംഗങ്ങളാണെങ്കിലും അവരെല്ലാവരും മുജ്തബ ഖമനയേക്കാൾ ഒരു പടി കൂടുതൽ പിന്തുണച്ചിരുന്നത് അലി ലാരിജാനിയെയാണ്. എന്നാൽ തൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള സ്ട്രോങ് ഹോൾഡും അതുപോലെ IRGCയിലുള്ള പിടിപാടുകളും അതെല്ലാം കൊണ്ടാണ് മുജ്തബ ഖമനയി ആയത്തുള്ള അലി ഖമനയ്ക്ക് പകരക്കാരനായി പരമോന്നത നേതാവ് ആയതെന്ന് നമുക്ക് ഇതിനു മുൻപേ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാൽ ശരിക്കുള്ള ഒരു നടപടിക്രമങ്ങളിലൂടെ അസംബ്ലി കൗൺസിലിൻ്റെ വോട്ടെടുപ്പിലൂടെ അധികാരത്തിൽ കയറിയിരുന്നുവെങ്കിൽ അലി ലാരിജാനി തന്നെ ഇന്ന് ഇറാൻ്റെ അടുത്ത പരമോന്നത നേതാവായി മാറിത്തീരുമായിരുന്നു. അപ്പോൾ ഇത്തരത്തിലെല്ലാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ ശക്തനായിട്ടുള്ള ഒരു നേതാവാണ് അലി ലാരിജാനി. ഈ സംഘർഷം ആരംഭിച്ചതിന് ശേഷം നിരവധി തവണ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അമേരിക്കയ്ക്കും ഇസ്രായേലിനെതിരെയും കടുത്ത രീതിയിലുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തി. മുജ്തബ ഖമനയി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇതുവരെ നേരിട്ടെത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെതായി എഴുതിക്കൊടുത്ത പ്രസ്താവനയല്ലാതെ ഒരു ശബ്ദ ക്ലിപ്പിംഗ് പോലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ അലി ലാരിജാനി നിരന്തരം മാധ്യമങ്ങളെ നേരിട്ട് കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. ഇറാന്റെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള വെല്ലുവിളികൾ തന്നെ ഉയർത്തിയിരുന്നു. എന്നാൽ ആ ഒരു വലിയ നേതാവ് തന്നെ കൊല്ലപ്പെട്ടത് ഇറാന് തീർച്ചയായിട്ടും വലിയൊരു ആഘാതം തന്നെയാണ്, വലിയൊരു തിരിച്ചടി തന്നെയാണ്. അവരെ മൊത്തത്തിൽ പിന്നോട്ടടിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് അലി ലാരിജാനിയുടെ മരണം. ഇത് ആദ്യഘട്ടത്തിൽ ഇറാൻ സ്ഥിരീകരിച്ചിരുന്നില്ല. പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം ഇപ്പോൾ ഇന്നലെ രാത്രിയോടെയാണ് അലി ലാരിജാനിയുടെ മരണം ഇറാൻ സ്ഥിരീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകനോടൊപ്പമാണ് കൊല്ലപ്പെട്ടതെന്നാണ് വിവരം ലഭിക്കുന്നത്. മാത്രമല്ല ഇറാന്റെ അർദ്ധസൈനിക വിഭാഗത്തിലെ ഒരു കമാൻഡറായിട്ടുള്ള ഗുലാം റസ സുലൈമാനിയും കൊല്ലപ്പെട്ടതായിട്ട് വിവരം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇറാന് തീർച്ചയായിട്ടും വലിയൊരു പ്രതിസന്ധി ഇതിലൂടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. എന്നാൽ ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അതുപോലെ IRGC ഉൾപ്പെടെ നിലവിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഇറാന്റെ ഒരു ഭരണ സംവിധാനം, ഇറാന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് സുശക്തമാണ്. ഒരു നേതാവിനെ കൊന്നതുകൊണ്ട് മാത്രം അത് ഇല്ലാതാകില്ല എന്നാണ് അബ്ബാസ് അറക്ചി ഉൾപ്പെടെ വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പ്രതികാരം ചെയ്യുമെന്ന് IRGC അറിയിച്ചിട്ടുണ്ട്. അതിന് തൊട്ടു പിന്നാലെ ഇസ്രായേലിൽ ഉൾപ്പെടെ കടുത്ത ആക്രമണമാണ് നടന്നത്. ടെല്ലവീവിൽ ശക്തമായിട്ടുള്ള മിസൈൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതിൽ 2 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം തന്നെ ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് തന്നെ അതിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുന്നു. മാത്രമല്ല മധ്യ ഇസ്രായേലിലും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. മധ്യ ഇസ്രായേലിലെ 4 സ്ഥലങ്ങളിൽ ആക്രമണം നടന്നതായിട്ടാണ് IDF ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്ന കാര്യം. മാത്രമല്ല തെക്കൻ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം രൂക്ഷമായതായിട്ട് വിവരമുണ്ട്. അവിടെ നിരന്തരം ഇപ്പോഴും സൈറനുകൾ മുഴങ്ങിക്കേൾക്കുന്നതായിട്ടാണ്
ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇറാഖിലെ ബാഗ്ദാദിലുള്ള ഒരു US എംബസിക്ക് നേരെയും ആക്രമണം നടന്നിട്ടുണ്ട്. ഈ US എംബസി കത്തുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ബാഗ്ദാദിന് നേരെയും ശക്തമായിട്ടുള്ള ആക്രമണം നടന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഈ സൗദി അറേബ്യയിലുള്ള പ്രിൻസ് സുൽത്താൻ എയർബേസ് കേന്ദ്രീകരിച്ചും ആക്രമണം നടന്നിട്ടുണ്ട്. അവിടെ ഒരു മിസൈൽ ആക്രമണമാണ് ഉണ്ടായത്. എന്നാൽ ഈ മിസൈൽ വിജയകരമായി പ്രതിരോധിക്കാൻ സാധിച്ചതായിട്ടാണ് സൗദി അധികാരികൾ പറയുന്നത്. ഇതിന്റെ അവശിഷ്ടം അവിടെ അജയ് സുധാ ബിജു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരുപക്ഷെ മൊജ്തബ ഖമേനിയേക്കാൾ ഇറാനിൽ ഉള്ള ഒരാൾ കൂടിയായിരുന്നു ലാരിജാനി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പ്രധാനപ്പെട്ട ഒന്നാണ്. അദ്ദേഹം അവിടുത്തെ ഏറ്റവും വലിയ ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെ വിമർശകൻ കൂടിയായിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. ആരാണ് ഇദ്ദേഹം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 1958 ഇദ്ദേഹം ജനിച്ചത്. ഷാ ഭരണകൂടത്തിൻ്റെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ 1930കളിൽ ഇറാഖിലേക്ക് പലായനം ചെയ്തതാണ് കുടുംബം. ലാർജാനി പിന്നീട് പിറന്ന് 2 വർഷത്തിന് ശേഷം കുടുംബം ഇറാനിലേക്ക് മടങ്ങുകയായിരുന്നു. മതപാഠശാലയിൽ പ്രാഥമിക പഠനം നടത്തി. പിന്നീട് ടെഹ്റാനിലെ ആര്യ മഹർ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ ബിരുദം നേടി. കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദം എടുത്തു. അത് കഴിഞ്ഞ് പാശ്ചാത്യ തത്വശാസ്ത്രത്തിലേക്ക് മാറി. വെസ്റ്റേൺ ഫിലോസഫിയിൽ PhDയും നേടി. അതിനുശേഷമാണ് ലാർജാനി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിൽ ചേർന്നത്. പിന്നീട് ഇറാൻ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തു. 3 തവണ സ്പീക്കറും സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ മേധാവിയുമായി. അതും 1979 വിപ്ലവത്തിലൂടെ ലാർജാൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടാവുകയായിരുന്നു. ആദ്യഘട്ടത്തിലൊക്കെ അവിടുത്തെ പരമോന്നതവുമായി വളരെ അടുപ്പം പുലർത്തിയിരുന്ന ഒരാൾ കൂടിയാണ് ലാർജാനി എന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. റവല്യൂഷണറി ഗാർഡ്സ് ആയിരുന്നു ആദ്യത്തെ തട്ടകമായി വന്നത്. അതിൻ്റെ പ്രധാന പദവികൾ വഹിച്ചു. പിന്നീട് സാംസ്കാരിക ഇസ്ലാമിക മാർഗനിർദ്ദേശക മന്ത്രിയായി. മാധ്യമവിഭാഗമായ IRIBയിൽ ഡയറക്ടർ ജനറലായി. ഇക്കാലത്താണ് ഖമനേയുമായി കൂടുതൽ അടുക്കുന്ന പശ്ചാത്തലമുണ്ടായത്. 2005 പ്രസിഡന്റ് മഹമ്മൂദ് അഹമ്മദി നജാദ് ലാർജാനിയെ സുരക്ഷാ കൗൺസിൽ തലവനായും മുഖ്യ ആണവ മധ്യസ്ഥനായും നിയമിച്ചു. എന്നാൽ 2 വർഷത്തിന് ശേഷം ലാർജാനി സ്ഥാനമൊഴിഞ്ഞു. അന്ന് ഖമനേയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരമായി അന്ന് പുറത്തു വന്നത്. ഒപ്പം പ്രസിഡന്റ് നജാദിൻ്റെ തീവ്ര നിലപാടുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അദ്ദേഹത്തെ ബാധിച്ചു. 2008 പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2020 വരെ 3 തവണ സ്പീക്കറായി. 2005 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അപ്പോൾ ഖമനേയുമായുള്ള വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്ന സമയത്താണ് ഈ മത്സരമൊക്കെ ഉണ്ടായത്. പക്ഷേ വെറും 5.94% വോട്ട് നേടി 6ാം സ്ഥാനത്താണ് ഉണ്ടായിരുന്നത്. അങ്ങനെ പലതരത്തിലുള്ള മത്സരങ്ങളൊക്കെ നടത്തി. ഖമനേയുമായുള്ള വൈരാഗ്യമുണ്ടായിരുന്നു. ഇതോടെ മുഖ്യധാരയിൽ നിന്ന് കുറേ നാൾ മാറി നിന്നു. പിന്നീട് അയത്തുള്ള ഖമേനി മരിച്ച ശേഷമാണ് ഏപ്രിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷം മുറുകിയപ്പോൾ ലാർജാനി കടുത്ത പ്രഖ്യാപനം നടത്തി. ഒപ്പം സജീവമായ പൊതുരംഗത്തേക്ക് വന്നു. ആക്രമണമാണ് മുന്നിലെങ്കിൽ ആണവായുധം നിർമ്മിക്കാൻ ഇറാൻ നിർബന്ധിതരാകും എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദങ്ങളുണ്ടാക്കിയ പശ്ചാത്തലമാണ്. ഇതൊക്കെ പിന്നീട് ഇസ്രായേലിൻ്റെ ഇറാൻ ആക്രമണത്തിലേക്ക് നയിക്കുന്ന പശ്ചാത്തലമൊക്കെ നമ്മൾ പിന്നീട് കണ്ടതാണ്. ഇത്തരത്തിൽ നിരവധി പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നേതാവ് കൂടിയാണ്, ഇസ്രായേലിനെതിരെ നിന്ന ഒരു നേതാവിനെ കൂടിയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിൽ പ്രതികരണവുമായി നെതന്യാഹു രംഗത്ത് വന്നു. ഇറാനിലെ ജനങ്ങൾക്ക് അവരുടെ ഭരണകർത്താക്കളെ സ്ഥാനഭ്രഷ്ടരാക്കാൻ അവസരം നൽകാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് അലി ലാരിജാനിയെ കൊലപ്പെടുത്തുകയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. യഥാർത്ഥത്തിൽ ഇറാനെ നയിക്കുന്ന കുറ്റവാളി സംഘങ്ങളുടെ കൂട്ടായ്മയായ റവല്യൂഷണറി ഗാർഡിൻ്റെ തലവനെ ഞങ്ങൾ രാവിലെ ഇല്ലാതാക്കി എന്ന ടെലിവിഷനിലൂടെയുള്ള പ്രസ്താവനയിൽ ബെഞ്ചമിൻ നെതന്യാഹു ഇതുമായി ബന്ധപ്പെട്ട് പറയുകയായിരുന്നു. മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് മൊജ്തബ ഖമേനി ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് റഷ്യയിൽ ചികിത്സയിലാണ് എന്നുള്ള വാർത്തകളാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്നത്. പക്ഷെ അന്ന് നടന്ന ആക്രമണത്തിൽ ഖമേനി അടക്കമുള്ള ആളുകൾ കൊല്ലപ്പെട്ട ആക്രമണത്തിൽ മൊജ്തബ രക്ഷപ്പെട്ടത് തലനാഴിലേക്കാണ് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. മൊജ്തബയുടെ വീടും താഴെയുള്ള വസതിയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വീടും ആക്രമണത്തിൽ തകർന്നു. ഇറാനിലെ പുതിയ പരമോന്നതാവ് മൊജ്തബ ഖമേനി ഇത്തരത്തിൽ രക്ഷപ്പെടുകയായിരുന്നു. വലിയ ഭാഗ്യത്തിന് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. പൂന്തോട്ടത്തിൽ നടക്കാൻ പോയ സമയത്താണ് ഈ ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് മാത്രമാണ് കൊല്ലപ്പെട്ടത്. പക്ഷേ മൊജ്തബയുടെ ഒരു കാൽ നഷ്ടപ്പെട്ടുവെന്നും ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള വിവരം ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അതായത് ഈ ആക്രമണം, ഇസ്രായേൽ നടത്തിയ ആക്രമണം
മൊസ്തബയെ കൂടി ലക്ഷ്യം വെച്ചായിരുന്നു, മൊസ്തബയെ കൊലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷേ അത് സാധിച്ചില്ല. അതിനുശേഷമാണ് മൊസ്തബ ഇപ്പോൾ റഷ്യയിൽ ചികിത്സയിൽ പോയിരിക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുന്നത് ഇറാൻ ഭരണകൂടത്തിൻ്റെ പ്രോട്ടോകോൾ തലവൻ കൂടിയായ മസാഹർ ഹുസൈനുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഒരു ഓഡിയോ സന്ദേശത്തിലൂടെയാണ് എന്നാണ് വിവരം. അജയ് സുധ ബിജു, നമുക്കറിയാം അന്നത്തെ ആക്രമണത്തിൽ ഇറാന്റെ എല്ലാ നേതാക്കളെയും കൊലപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഭാഗത്തു നിന്ന്. പക്ഷേ മൊസ്തബ മാത്രം ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയാണ്. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് മൊസ്തബ പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടില്ല. ഗുരുതരമായി പരിക്കുണ്ട്, വീഡിയോ സന്ദേശങ്ങളില്ല. അങ്ങനെ ചില ദുരൂഹതകളുണ്ട്. മൊസ്തബ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ എന്ന കാര്യത്തിൽ കാര്യത്തിൽ ഇപ്പോഴും അഭ്യൂഹങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എവിടെയാണ് എന്നുള്ള തരത്തിൽ തന്നെ കൃത്യമായിട്ടുള്ള ഒരു വിവരമില്ല. ആദ്യഘട്ടത്തിൽ ചില വിവരങ്ങളൊക്കെ വന്നത് ആയത്തുള്ള അലി ഖമനയെ അദ്ദേഹത്തെ കുടുംബത്തോടൊപ്പം തന്നെ റഷ്യയിലേക്ക് ഇറാൻ ഷിഫ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തകളെല്ലാം വന്നിരുന്നു. പിന്നീടാണ് ഇറാനിൽ തന്നെ നടന്ന ഒരു ആക്രമണത്തിൽ ആയത്തുള്ള അലി ഖമനയെ തൻ്റെ കുടുംബത്തോടൊപ്പം കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ വരുന്നത്. അതിനിടെ മുജ്തബ ഖമനയി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിരുന്നു. ഇപ്പോൾ അദ്ദേഹം പരിക്കുകളോടെ ചികിത്സയിലാണ് എന്നതാണ് ചില പുറത്തു വരുന്ന സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ. ഇറാൻ ഇതുവരെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ഇപ്പോൾ മുജ്തബ ഖമനയി മാധ്യമങ്ങൾക്ക് മുന്നിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടാത്തതും അതുപോലെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വെറും എഴുതിക്കൊടുത്ത പ്രസ്താവനകൾ മാത്രം വരുന്നത് ഈ സംശയത്തിന് ആക്കം കൂട്ടുന്നുണ്ട്. പിന്നെ ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വം നോക്കുകയാണെങ്കിൽ അബ്ബാസ് അരക്ചി പറഞ്ഞ ഈ കാര്യങ്ങൾ, ഇറാന്റെ രാഷ്ട്രീയം അത് ശക്തമാണ് എന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അത് അത്രത്തോളം ശക്തമല്ല എന്ന് നമുക്ക് ഫാക്റ്റുകൾ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ആയത്തുള്ള അലി ഖമനയി അവരുടെ പരമോന്നത നേതാവിനോടൊപ്പം കൊല്ലപ്പെട്ട നേതാക്കൾ നിലവിൽ അലി ലാരിജാനി ഇപ്പോൾ ഏറ്റവും പുതുതായി കൊല്ലപ്പെട്ടതാണ്. അതുപോലെ അലി ഷംഖാനി അവരുടെ ദേശീയ പ്രതിരോധ കൗൺസിൽ തലവൻ കൊല്ലപ്പെട്ടു. മുഹമ്മദ് പോക്ബർ സൈനിക മേധാവി കൊല്ലപ്പെട്ടു. അതുപോലെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള അസീസ് നാസിർ ഷാ കൊല്ലപ്പെട്ടു. പിന്നെ ഗുലാം റിസ സുലൈമാനി ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട അർദ്ധ സൈനിക വിഭാഗം കമാൻഡറാണ്. അതുപോലെ ചീഫ് ഓഫ് സ്റ്റാഫായിട്ടുള്ള സയ്യിദ് അബ്ദുൾ റഹീം മുസാവി കൊല്ലപ്പെട്ടിട്ടുണ്ട്. അഡ്വാൻസ് വെപ്പൺ മേധാവിയായിട്ടുള്ള ഹസൻ അബുൽ അമീലിൻ കൊല്ലപ്പെട്ടു. അതുപോലെ മിലിറ്ററി ബ്യൂറോ തലവനായിട്ടുള്ള മുഹമ്മദ് ഷിറാസി കൊല്ലപ്പെട്ടെന്ന വിവരമുണ്ട്. ഇന്റലിജൻസ് മേധാവിയായിട്ടുള്ള സലെ ആസാദിയും കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇദ്ദേഹത്തിന്റെ ഫോട്ടോകളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഈ ഒരു പ്രധാന നേതാവ് ഉൾപ്പെടെ ഇന്റലിജൻസ് മേധാവി അടക്കം മരിച്ചതായിട്ടാണ് വിവരം. ഇപ്പോൾ നമുക്ക് അറിയാവുന്ന ഇറാന്റെ ഏറ്റവും തലപ്പത്തുള്ള പ്രധാന നേതാക്കൾ എന്ന് പറയുന്നത് അവരുടെ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാനാണ്. അതുപോലെ മറ്റൊരു നേതാവ് അവരുടെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി. ഈ രണ്ട് പ്രധാന നേതാക്കൾ ഒഴിച്ചാൽ മറ്റ് ഈ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടതായിട്ടാണ് നമുക്ക് ഈ ലിസ്റ്റ് പരിശോധിച്ചാൽ മനസ്സിലാകുന്നത്. അപ്പോൾ ഈ അബ്ബാസ് അരക്ചി പറഞ്ഞ അവരുടെ നേതൃത്വം ശക്തമാണ് എന്ന വാക്കുകൾക്ക് അധികം പ്രസക്തിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം അവകാശപ്പെടുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ ഇസ്ലാമിക് റവല്യൂഷന് ശേഷം വന്ന അവരുടെ ഒരു കൃത്യമായിട്ടുള്ള യാഥാസ്ഥിക സമൂഹത്തിൻ്റെ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ഭരണകൂടവും അവരുടെ ഒരു സ്ട്രക്ചറും അത് തീർച്ചയായിട്ടും ഇറാനകത്ത് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് പല തെളിവുകളും സൂചിപ്പിക്കുന്നത്. അവിടെയുള്ള ജനസംഗമം തന്നെ കാണുമ്പോൾ അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അജയാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. മറ്റൊന്ന്, ട്രംപിന് കലി അടങ്ങുന്നില്ല എന്നുള്ളതാണ്. കാരണം ഹോർമുസ് കടലിടുക്ക് പിടിച്ചെടുക്കാൻ, അവിടെ ആക്രമണം നടത്താൻ, ഇറാന്റെ അവിടുത്തെ അപ്രമാദിത്വം അവസാനിപ്പിക്കാൻ ലോകരാജ്യങ്ങളുടെ മുഴുവൻ സഹായം തേടുകയാണ് കഴിഞ്ഞ 3-4 ദിവസമായി ട്രംപ്. പക്ഷേ നാറ്റോ അടക്കമുള്ള സഖ്യരാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോസിറ്റീവായി പ്രതികരിക്കുന്നില്ല. അമേരിക്കയ്ക്ക് ആരുടെയും സഹായം വേണ്ട എന്നാണ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം. ഈ നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അംഗരാജ്യങ്ങളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇക്കാര്യങ്ങൾ പറയുന്നത്. തൻ്റെ സ്വന്തം സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപിൻ്റെ ഈ പ്രതികരണം. ലോകത്തെ ഏറ്റവും കരുത്തുറ്റ രാജ്യമാണ് അമേരിക്ക, അവർക്ക് ആരിൽ നിന്നും സഹായം ആവശ്യമില്ല. ട്രംപ് വ്യക്തമാക്കുകയാണ്. ഇറാനിലെ ഭീകരവാദ ഭരണകൂടത്തിനെതിരായ സൈനിക നടപടികളിൽ പങ്കാളികളാകാൻ താൽപ്പര്യമില്ലെന്ന് നാറ്റോ സഖ്യരാഷ്ട്രങ്ങൾ US-നെ അറിയിച്ചതിന് പിന്നാലെയാണ് ഈ പ്രതികരണം. നാറ്റോ സഖ്യത്തിൽ ഒരുപാട് സാമ്പത്തികം മുടക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് ട്രംപ് പറയുന്നു. പക്ഷേ ഒരു വശത്തേക്ക് മാത്രമുള്ള സഹായമാണ് നടക്കുന്നത്. അല്ലാതെ തിരിച്ച് എന്തെങ്കിലും സഹായം ആവശ്യപ്പെടുമ്പോൾ അവർ മുഖം തിരിക്കുന്ന നല്ല പ്രവണതയല്ല. പക്ഷേ അതിന് ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾ ഒറ്റയ്ക്ക് യുദ്ധം നടത്തും എന്നാണ് പറയുന്നത്. ഒപ്പം ഇറാനെ ഏതാണ്ട് പൂർണ്ണമായും നശിപ്പിച്ചു എന്നുള്ള അവകാശവാദം വീണ്ടും ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യലിലൂടെ പറയുന്നുണ്ട്. അവിടുത്തെ ആണവ നാവിക സേനകളെ നശിപ്പിച്ചു, ഒപ്പം സാമ്പത്തികമായി ഇറാൻ ഇല്ലാതാക്കി
ലക്ഷ്യമാക്കി നേതാക്കളെ അടക്കം വധിച്ചു എന്ന് ട്രംപ് പറയുന്നു. പക്ഷേ അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് പറയുന്നു ഞങ്ങൾക്ക് ആരുടെയും സഹായം ആവശ്യമില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത്. അജയ്, ട്രംപിനോട് ഒരു തരത്തിലും സഹകരിക്കാനാവുന്നില്ല. നമുക്കറിയാം ജോ കെന്റ് എന്ന അമേരിക്കയിലെ ഉദ്യോഗസ്ഥൻ രാജിവെച്ചു. അദ്ദേഹം പറയുന്നത് ഇസ്രായേലിന്റെ സമ്മർദ്ദത്തിലാണ് ട്രംപ് യുദ്ധത്തിന് ഇറങ്ങിയത് എന്നുള്ളതാണ്. അല്ലാതെ ഒരു ട്രംപിൻ്റെ മാത്രം താല്പര്യമായിരുന്നില്ല. അത് വലിയ അബദ്ധമായി എന്ന് പറഞ്ഞാണ് രാജിവെക്കുന്നത്. എൻ്റെ മനസാക്ഷി അനുസരിച്ച് അതിനെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എന്നും പറഞ്ഞാണ് രാജിവെക്കുന്നത്. അമേരിക്കയ്ക്കുള്ളിൽ എതിർപ്പ് ഉയരുന്നുണ്ട്. ഇതിനിടയിലാണ് ട്രംപിന് കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന രീതിയിൽ സഖ്യരാജ്യങ്ങളും പ്രതികരിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ട്രംപിന് കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സ്ഥിതി തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ നിലവിൽ ഇന്ന് നടത്തിയിട്ടുള്ള പ്രസ്താവന തന്നെ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഇറാനിൽ നിന്ന് ഉടൻ പിന്മാറാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, ഇനിയും അവിടെ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട് എന്ന് ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ നാറ്റോ രാജ്യങ്ങളെ രൂക്ഷമായിട്ട് അദ്ദേഹം വിമർശിക്കുകയാണ്. അതായത് അദ്ദേഹം പറയുന്നത് അറബ് രാജ്യങ്ങൾ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് അമേരിക്കയോട് മികച്ച രീതിയിലാണ് സഹകരിക്കുന്നത്, എന്നാൽ നാറ്റോ രാജ്യങ്ങൾ ഞങ്ങൾക്ക് ഒരു പിന്തുണയും നൽകുന്നില്ല. അവർ തുടർച്ചയായിട്ട് പറയുന്നത് അമേരിക്ക ചെയ്യുന്നത് മികച്ച കാര്യമാണ്, അതിന് പിന്തുണ നൽകുന്നെന്ന് നാറ്റോ രാജ്യങ്ങൾ പറയുന്നു. എന്നാൽ സൈനികമായി അമേരിക്കയെ അവർ ഒരു തരത്തിലും സഹായിക്കുന്നില്ല എന്നാണ് US നിലവിൽ വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഹോർമുസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ട്രംപിന് പ്രധാനമായിട്ടും ഒരു എതിർപ്പ് നാറ്റോ രാജ്യങ്ങളോട് ഉണ്ടായതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ അവിടെ ഹോർമുസിൻ്റെ സുരക്ഷയ്ക്കായി അമേരിക്കയോടൊപ്പം ഇപ്പോൾ ജർമ്മനി, അതുപോലെ ഫ്രാൻസ്, ഇറ്റലി അടക്കം നിരവധി രാജ്യങ്ങളെ അമേരിക്ക ക്ഷണിച്ചതാണ്, ഔദ്യോഗികമായി തന്നെ ക്ഷണിച്ചതാണ്. എന്നാൽ ഈ രാജ്യങ്ങളെല്ലാം ഈ ക്ഷണം നിർദാക്ഷിണ്യം തള്ളിക്കളയുകയും ഈ ഹോർമുസിലേക്ക് അവരുടെ കപ്പലുകളെ അയക്കില്ല എന്ന് വ്യക്തമാക്കിയതുമാണ്. അതിന് പിന്നാലെയാണ് ട്രംപ് ചില സാമ്പത്തികമായിട്ടുള്ള കണക്കുകൾ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. അതായത് അമേരിക്ക വർഷാവർഷം ട്രില്യൺ കണക്കിന് ഡോളറുകൾ നാറ്റോയുടെ സുരക്ഷയ്ക്കായി നൽകുന്നുണ്ട്. നാറ്റോയിലെ സുപ്രധാന കക്ഷി അമേരിക്കയാണ്. നാറ്റോയിൽ നിന്ന് അമേരിക്ക പിന്മാറിയാൽ പിന്നീട് നാറ്റോ ഒന്നുമല്ലാതാകും എന്നെല്ലാം ട്രംപ് പറയുന്നുണ്ട്. അപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യം ഉണ്ടാകുന്നുണ്ട്, നാറ്റോയിൽ നിന്ന് പിന്മാറാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന്. എന്നാൽ ട്രംപ് പറയുന്നു ഞങ്ങൾക്ക് മുഖം നോക്കാതെ കടുത്ത നടപടികൾ സ്വീകരിക്കേണ്ടി വന്നേക്കാം, അതിന് പ്രസിഡന്റായ എനിക്ക് US കോൺഗ്രസിൻ്റെ പിന്തുണ ആവശ്യമാണ്, അതിൻ്റെ പിന്തുണ ആവശ്യമാണ് എന്ന ഒന്നുമില്ല, തനിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനമെടുക്കാൻ സാധിക്കും. ഇത് മുൻപ് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. US കോൺഗ്രസിന്റെ പിന്തുണ തനിക്ക് ആവശ്യമില്ല, തനിക്ക് സ്വന്തമായി തീരുമാനമെടുത്ത് നാറ്റോയിൽ നിന്ന് പുറത്തു പോകാൻ കഴിയും എന്നാണ് ട്രംപ് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും ഇസ്രയേലുമായി യുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ച ആ ഒരു തീരുമാനം തന്നെയാണ് ട്രംപ് ഇതിലൂടെ ഇസ്രായേലിന്റെ പിന്തുണയോടെ ഇറാനിലേക്ക് യുദ്ധം ആരംഭിച്ച ആ ഒരു കാര്യം തന്നെയാണ് ട്രംപ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതായത് US കോൺഗ്രസിന്റെ കൃത്യമായിട്ടുള്ള US കോൺഗ്രസിനകത്ത് ചർച്ച നടത്താതെ അംഗങ്ങളുടെ പിന്തുണയില്ലാതെയാണ് ട്രംപ് യുദ്ധം എന്നൊരു തീരുമാനം ഒറ്റയ്ക്കെടുത്തത്. അതിനെതിരെ നിരവധി വോട്ടിംഗ് ഒക്കെ വന്നെങ്കിലും ട്രംപ് വിജയിക്കുകയായിരുന്നു. അപ്പോൾ ഈ ആത്മവിശ്വാസം തന്നെയാണ് നാറ്റോയിൽ നിന്ന് പിന്മാറാനും ട്രംപ് നിലവിൽ ആ ഒരു കാര്യം എടുത്ത് ഇടുന്നത്. തീർച്ചയായും അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ US ഭീകരവിരുദ്ധ വകുപ്പ് മേധാവി ജോ കെന്റ് രാജിവെച്ചു. ട്രംപിനോട് പിണങ്ങിയാണ് ഈ രാജി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇറാനെതിരായ ആക്രമണം തുടരുന്നതിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. ഇറാനെതിരായ ആക്രമണത്തെ ചൊല്ലിയാണ് US ദേശീയ ഭീകര പ്രതിരോധ വകുപ്പ് അതായത് NCTC മേധാവി ജോ കെന്റ് രാജിവെച്ചിരിക്കുന്നത്. ഈ യുദ്ധം അമേരിക്കയ്ക്ക് ആവശ്യമായിരുന്നില്ല എന്നും ഇസ്രായേലിന്റെ സമ്മർദ്ദം കാരണമാണ് യുദ്ധം ആരംഭിച്ചതെന്നുമാണ് ജോ കെന്റിന്റെ ആരോപണം. വളരെയേറെ ആലോചിച്ച ശേഷമാണ് ഈ തീരുമാനത്തിലെത്തിയതെന്നും ജോ കെന്റ് പറയുന്നുണ്ട്. തൻ്റെ ഈ മേധാവി സ്ഥാനത്ത് താൻ രാജിവെക്കുന്നത് ഇറാനിൽ നടക്കുന്ന യുദ്ധത്തെ മനസാക്ഷിക്കുത്തില്ലാതെ എനിക്ക് പിന്തുണയ്ക്കാൻ കഴിയുന്നില്ല. ആ സാഹചര്യത്തിലാണ് അമേരിക്കയെ ദൈവം രക്ഷിക്കട്ടെ എന്നും കെന്റ് എക്സിൽ കുറിച്ചു. മറ്റു പ്രധാനപ്പെട്ട വാർത്ത, UAE-യിൽ ഇത്തവണ ഈദ് പ്രാർത്ഥനകൾ പള്ളികളിൽ മാത്രമായിരിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈദ്ഗാഹുകളോ തുറന്ന സ്ഥലങ്ങളിലെ നമസ്കാരമോ ഉണ്ടാവില്ല. ഖത്തറിലും സമാന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം അയവില്ലാതെ തുടരുന്നതിനിടയിലാണ് ഈ അറിയിപ്പ്. നമുക്കറിയാം ദുബായിലെ ഈദ്ഗാഹുകൾ, പൊതുസ്ഥലങ്ങളിലുള്ള ഈദ് നമസ്കാരങ്ങളൊക്കെ എല്ലാ പെരുന്നാൾ സമയത്തും ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇത്തവണ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണെന്നും ജനങ്ങളുടെ സുരക്ഷിതത്വം മുൻനിർത്തിയാണ് ഇത്തരമൊരു നിലപാടിലേക്ക് പോയത് എന്നുമാണ് ഇപ്പോൾ UAE വ്യക്തമാക്കുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷം 3 മാസത്തിലധികം തുടർന്നാൽ മാത്രമേ ഇന്ത്യയിൽ പെട്രോളിയം ഇന്ധനങ്ങളുടെ വിലകളെ വലിയ തോതിൽ ബാധിക്കുകയുള്ളൂ എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്
യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ തുടക്കത്തിലും അസംസ്കൃത എണ്ണ വില കുതിച്ചുയരുന്നു. ഇന്ത്യയിൽ ഇന്ധനവിലയെ നേരിട്ടത് ബാധിച്ചില്ല. എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധകാലത്തിന് സമാനമായൊരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. അസംസ്കൃത എണ്ണയുടെ വിതരണം മാത്രമല്ല, പാചകവാതകത്തിന്റെ ലഭ്യതയും ബാധിക്കപ്പെട്ടിട്ടുണ്ട്. ഒപ്പം ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട സുരക്ഷയും പ്രധാനമാണ്. അതും പരിഹരിച്ചാൽ മാത്രമാകും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം അവസാനിക്കുക എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഉപദേഷ്ടാവ് വ്യക്തമാക്കുന്നത്.